നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു MLA കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ 3.5 പതിറ്റാണ്ടിന് ശേഷം കേസിൽ വിധി വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. 10 വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉള്ളതിനാൽ നെടുമങ്ങാട് കോടതിക്ക് ശിക്ഷാവിധി പറയാൻ അധികാരമില്ല. അതിനാൽ മേൽക്കോടതി വിധി പറയണമെന്ന് പ്രോസിക്യൂഷൻ നെടുമങ്ങാട് കോടതിയിൽ അപേക്ഷ നൽകി. 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കോടതി ജീവനക്കാരനായിരുന്ന KS ജോസും അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. 1990-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ലഹരി മരുന്നുമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിദേശി പിടിയിലാകുന്നു. ഇയാളെ തിരുവനന്തപുരം ജില്ലാ കോടതി 10 വർഷത്തേക്ക് ശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ എത്തുമ്പോഴാണ് തിരിമറികൾ നടന്നിട്ടുള്ളത്. വിദേശിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അഭിഭാഷകൻ കൂടിയായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ്. അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും കോടതി ജീവനക്കാരനായിരുന്ന ജോസും ചേർന്ന് തൊണ്ടി മുതൽ തിരിമറി നടത്തിയതായി കണ്ടെത്തിയിരുന്നു. കേസിന്റെ വിചാരണ കഴിഞ്ഞ മാസം 16-നാണ് പൂർത്തിയായത്. 29 സാക്ഷികൾ 19 പേരെ വിസ്തരിച്ചിരുന്നു. മരണം, രോഗം എന്നിവ മൂലം 8 പേരെ ഒഴിവാക്കി. മറ്റു 2 പേരെ പ്രോസിക്യൂഷനും ഒഴിവാക്കിയിരുന്നു. ഏതായാലും ഈ കേസിൽ വിധി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി ഇതിന് പിന്നിലുണ്ട്. 32 വർഷം പഴക്കമുള്ള തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജു ജയിലിലേക്ക് പോകുമ്പോൾ ആന്റണി രാജു ഇപ്പോൾ 2ാം പ്രതിയാണ്. 1ാം പ്രതി KS ജോസും കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിക്ഷ CJM കോടതിയിൽ വേണമെന്ന അപേക്ഷ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ചാൽ ആന്റണി രാജുവിനെ ഉടനെ തന്നെ ജയിലിലേക്കും മാറ്റും. കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ്. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ പിടികൂടുന്നിടത്തുനിന്നാണ് കേസിന്റെ തുടക്കം. പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയച്ചു. സാൽവദോറിന്റെ അഭിഭാഷകയുടെ ജൂനിയർ ആയിരുന്നു ആന്റണി രാജു. സാൽവദോറിന്റെ അഭിഭാഷകയായിരുന്നു സെലിൻ വിൽഫ്രഡ്. കോടതിയിലെ ക്ലർക്കിന്റെ സഹായത്തോടെ തൊണ്ടി മുതലായ അടിവസ്ത്രം പുറത്തെത്തിച്ച് വെട്ടിത്തയ്പ്പിച്ച് ചെറുതാക്കി തിരികെ വെച്ചു എന്നതാണ് കേസ്. പാകമാകാത്ത അടിവസ്ത്രമാണെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി പ്രതിയെന്ന് വെറുതെ വിട്ടത്. മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഈ പ്രതി സഹതടവുകാരനോട് തൊണ്ടി മുതൽ തിരിമറി നടത്തിയെന്ന് പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് 1994-ലാണ് കേസെടുത്തത്. അന്നു മുതൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആന്റണി രാജു നടത്തിയിരുന്നു. കേസ് റദ്ദാക്കാൻ സുപ്രീം കോടതി വരെ പോയി. ഇതോടെ 2006-ൽ പോലീസ് കുറ്റപത്രം കൊടുത്ത കേസ് 2 കോടതികളിലായി 16 വർഷം വിചാരണ പോലും ഇല്ലാതെ കിടന്നു. പ്രതികൾ ഹാജരാവാതെ ഒളിച്ചു കളിച്ചതാണ് കാരണമെന്ന് 2022-ൽ പുറത്തു വന്നതോടെയാണ് കേസിന് വീണ്ടും ജീവൻ വെക്കുന്നത്. നെടുമങ്ങാട് കോടതിയിൽ വിചാരണ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ വഞ്ചനാ കുറ്റം കൂടി പ്രതികൾക്കെതിരെ ചുമത്തണമെന്നാവശ്യപ്പെട്ട് മലയാള മനോരമയിലെ മുൻ മാധ്യമ പ്രവർത്തകനും ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് എഡിറ്ററുമായ അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് വിചാരണ പൂർത്തിയാക്കിയത്. ഈ കേസിലെ നിർണായക വിവരങ്ങളെല്ലാം കൊണ്ടുവന്ന് അനിൽ നടത്തിയ അന്വേഷണാത്മക പത്രപ്രവർത്തനമാണ്. ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ പേരിൽ അനിലിന്റെ മനോരമയിലെ ജോലി പോലും നഷ്ടമായി. അനിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി മനോരമയെ സമീപിച്ചപ്പോൾ മനോരമ അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെയാണ് അനിൽ അവിടെ നിന്നും ജോലി രാജിവെച്ച് പുറത്തു വന്നത്. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത്. അതിനുശേഷം ഇപ്പോൾ അനിൽ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന മാധ്യമ സ്ഥാപനം കൂടി നടത്തുകയാണ്. വളരെ കൃത്യവും വ്യക്തവുമായാണ് അനിൽ ഓരോ വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അനിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ മാധ്യമരംഗത്തെ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും പുഴുക്കുത്തുകൾ മാത്രമായി മാറുമ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഒന്നിനും കീഴ്പ്പെടുത്താൻ കഴിയാത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് അറിയുന്ന അനിൽ ഇമ്മാനുവലിനെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കേസിൽ ഉടനീളം ഉണ്ടായിരുന്നത് ആന്റണി രാജുവിനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. അനിൽ ഇമ്മാനുവലിന് ഭാരത് ലൈവിന്റെ ബിഗ് സല്യൂട്ട്.